പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട്, പരമദ്വീപികാരുണ്യത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കുകയാണ് നാം ഓരോ ദിവസവും. ഇന്ന് നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേഖലകളെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ മേഖലകളെക്കുറിച്ച് നമ്മൾ കൂടുതലായി ധ്യാനിച്ചിരുന്നു. അതിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. തമ്പുരാൻ നൽകുന്ന വലിയ സ്നേഹത്തെ നമ്മൾ കണ്ടു. അവിടെ നിന്നിൽ കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതക്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു. പൊതുവായ വിശ്വാസവും സജീവമായ വിശ്വാസവും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ശുദ്ധാധിപൻ്റെയും കാനാൻകാരിയുടെയും രക്തസ്രവക്കാരി സ്ത്രീയുടെയും ഒക്കെ മാതൃക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, ധ്യാനിച്ചു. ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഒരു നിഷ്കളങ്കമായ വിശ്വാസത്തെക്കുറിച്ചാണ്. നിഷ്കളങ്കമായ വിശ്വാസമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നവരെക്കുറിച്ചാണ് പറയുക. പരിപൂർണമായി തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, പരിപൂർണമായി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുന്ന ആ ഒരു ആത്മീയ ക്രമമാണ്, അല്ലെങ്കിൽ ആത്മീയ ക്രമത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ നിഷ്കളങ്ക വിശ്വാസമെന്ന് പറയുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണല്ലോ: നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഒരു നിഷ്കളങ്ക സ്നേഹത്തിലേക്ക് നമ്മെ എപ്പോഴും മാടി വിളിക്കുകയാണ്. ശിശുക്കളുടെ സ്നേഹം അങ്ങനെയാണല്ലോ, ശിശുക്കളുടെ വിശ്വാസം അങ്ങനെയാണല്ലോ, നിഷ്കളങ്കമാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 15-ാം വാക്യം: ശിശുക്കളെൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, എന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരാകുന്നു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്ന ഈശോയുടെ വലിയൊരു സ്നേഹത്തിൻ്റെ വചനമാണ്. ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ശാരീരിക തലത്തിലെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ അപ്പുറം വിശ്വാസത്തിൽ നിഷ്കളങ്കമായ രീതിയിൽ ശിശുക്കളെ പോലെ തമ്പുരാനിൽ ആശ്രയിക്കുവാനുള്ള പരിപൂർണമായി അവിടെ ബുദ്ധിയുടെ ഭാവം മുഴുവൻ മാറ്റിവെക്കും. സ്നേഹത്തിൻ്റെ ഭാവം മാത്രമാണ്, ഹൃദയത്തിൻ്റെ ഭാവം മാത്രമാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, ശിശുക്കൾ അങ്ങനെയല്ലേ? അവർ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുക. അതുകൊണ്ടാണ് അവർക്ക് നല്ലപോലെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാവരോടും പുഞ്ചിരിയോടെ സംസാരിക്കാൻ സാധിക്കുക. അവരുടെ ഹൃദയത്തിൽ വേദനകളുണ്ടാകുമ്പോൾ അവർ കരയുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണുന്ന കാര്യമാണല്ലോ, അമ്മയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന ശിശുക്കളെ. വലിയ ട്രാഫിക്കിലൂടെയൊക്കെ അപ്പൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പുറകിലിരിക്കുന്ന അമ്മയുടെ മടിയിൽ വളരെ ശാന്തമായിരുന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്. ബുദ്ധി കൊണ്ട് അമ്മയെ വിശ്വസിച്ചിട്ടാണോ അല്ലെങ്കിൽ അപ്പനെ വിശ്വസിച്ചിട്ടാണോ ആ കുഞ്ഞ് ശാന്തമായി അവിടെ ഉറങ്ങുക? ഒരിക്കലുമല്ല. അതൊരു ബന്ധമാണ്. ആ ബന്ധമെന്ന് പറയുന്ന ഒരു ഹൃദയബന്ധമാണ്. ഒരിക്കലും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചിട്ടല്ല ആ കുഞ്ഞ് അമ്മയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്നത്. സങ്കീർത്തനം 131:2
മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. അത് ശിശു മനോഭാവത്തോടെ വ്യാപരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാം. ബുദ്ധിയുടെ തലത്തിൽ നിന്നും മാറി ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഒരു നിഷ്കളങ്ക വിശ്വാസത്തിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ നിഷ്കളങ്ക വിശ്വാസത്തിലായിരിക്കുമ്പോഴാണ് ദൈവം ധാരാളം വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകുക. ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ കൂടിയാണല്ലോ. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ തന്നെ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് അവൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾക്ക്, അതായത് ഈ സമയം ഈ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ സാധിക്കുന്നത് തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ആ തിരഞ്ഞെടുപ്പിൽ സന്തോഷിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ആരാധനയിലായിരിക്കുമ്പോൾ ഇവിടെയും വലിയൊരു സത്യം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ യഥാർത്ഥത്തിൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനാകുന്ന ആ ഈശോയുടെ വലിയ സാന്നിധ്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ അത് ചെയ്യുക. ഈശോയുടെ വലിയ സ്നേഹം, ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ ആ രൂപാന്തരീകരണ വേളയിൽ ഈശോയുടെ കൂടെയായിരുന്ന ശിഷ്യന്മാർ അനുഭവിച്ചു, മനസ്സിലാക്കി എന്നുള്ളതാണ്. അവർക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധമുള്ളൊരു അനുഭവമായിരുന്നു. അതൊരിക്കലും ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഈ നിഷ്കളങ്ക ജീവിതം. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെ, ഈശോയും മാതാവും ഈ നിഷ്കളങ്കമായ സ്നേഹത്തിലായിരിക്കുന്നവരെ അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നിറയ്ക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം. അത് സത്യമായും സംഭവിക്കുന്ന കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം വാക്യം പറയുന്നുണ്ട്, കർത്താവ് ജ്ഞാനികളെ ദൈവമിത്രങ്ങളെന്നും പ്രവാചകന്മാരുമെന്ന ആ രീതിയിലാണ് അവരെ സൂചിപ്പിക്കുക. നിഷ്കളങ്ക വിശ്വാസത്തിലായിരുന്നാൽ നമുക്ക് സൗഖ്യത്തിലേക്ക് എപ്പോഴും ചേർന്നിരിക്കാൻ സാധിക്കും. സൗഖ്യം നേടുവാനും ആ നിഷ്കളങ്ക സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാനും നമുക്ക് സാധിക്കും. അതായത് ക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യം നേടിയെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഈശോയുടെ മടിയിലിരിക്കുന്ന ശിശുവിനെ പോലെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കാം. ഒരു ശിശുവിനെ പോലെ നമ്മൾ ആയിരിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ തകർന്ന്, വിഷമിച്ച്, ആകുലപ്പെട്ട്, വേദനിച്ചായിരിക്കുക നിമിഷം നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഈ നിമിഷവും തൻ്റെ തകർച്ചയിൽ നിന്നും, നമ്മുടെ ഓരോരുത്തരുടെയും തകർച്ചയിൽ നിന്നും നമ്മെ പിടിച്ചുയർത്തുവാൻ ആണിപ്പഴുതിലുള്ള ആ ഈശോയുടെ കരം നമ്മെ തേടിയെത്തും എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും തകർച്ചയിൽ
വേദനയുടെ നിമിഷങ്ങളിൽ, സങ്കടകരമായ നിമിഷങ്ങളിൽ നമ്മെ പിടിച്ചുയർത്താൻ നമ്മുടെ ക്രൂശിതൻ്റെ ആണിപ്പഴുതുള്ള കരം നമ്മെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ആണിപ്പഴുതുള്ള കരം, ആ കരത്താൽ എന്നെ പിടിച്ച് സംരക്ഷിച്ചുകൊള്ളണമേ എന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.